പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചില്ലി ചിക്കൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു ചില്ലി സോയയാണ്. സോയ ചങ്ക്സ് ഇഷ്ടമുള്ള എല്ലാവരും തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ലൊരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് സോയ ചങ്ക്സ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെട്ടി തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതൊരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും അതെല്ലാം ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഇതിലെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം കൈകൊണ്ട് നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം ഊറ്റിക്കഴിഞ്ഞൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ചേരുവകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ തൈര്, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഓയിൽ. ഇവ ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലകളെല്ലാം സോയ ചങ്ക്സിലൊന്ന് പിടിച്ചു വരട്ടെ. ഇപ്പോൾ ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം മസാല ചേർത്ത് വച്ചിരിക്കുന്ന സോയ ചങ്ക്സ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 4-5 മിനിറ്റത്തേക്ക് ചൂടുള്ള എണ്ണയിൽ കിടന്ന് സോയ ചങ്ക്സ് ഒന്ന് ഫ്രൈ ആയി വരണം. ഞാനിവിടെ 3 തവണയായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ സോയ ചങ്ക്സും ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇതിൽ കൂടുതൽ സമയം ഫ്രൈ ആയി വരേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഞാനിതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിൽ മാറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, സവാള ചെറുതായി അരിഞ്ഞത് ഇവ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും ക്യാപ്സിക്കം ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചില്ലി സോസ്, 1 ടീസ്പൂൺ സോയ സോസ്, 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് വെള്ളമാണ്. വെള്ളം ഒന്ന് തിളച്ച് വന്നാൽ കുറച്ച് കോൺഫ്ലവറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലൊരു തിക്നെസ് കിട്ടുന്നതിന് വേണ്ടിയാണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒന്ന് തിക്കായി വരുന്നുണ്ട്. ഇങ്ങനെയൊന്ന് തിക്കായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ഗ്രേവിയൊക്കെ ആ സോയ ചങ്ക്സിലൊന്ന് പിടിച്ചു വരട്ടെ. സൂപ്പർ ടേസ്റ്റിലുള്ള ചില്ലി സോയയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെയുള്ള മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായിട്ട് കാണും വരേക്കും താങ്ക് യു.